ഹലോ, ഇന്ന് ഞങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നേ. ചെന്നപ്പോൾ തന്നെ എൻ്റെ അനിയത്തി അഭിഷ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവളായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നാത്തൂൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവർ കഴിക്കാനായിട്ട് പോയി. ഇളയ ആളെ ഞങ്ങളിൽ തന്നിട്ട് പോയി കേട്ടോ. ഇന്നാണെങ്കിൽ കരയാതെ സ്മാർട്ടായിട്ടിരുന്നു കേട്ടോ. നീയപ്പെട്ടെ സ്റ്റേജിൽ കൊച്ചു പിള്ളേരുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേതാ രഹന ചേച്ചിയും ടെസ്സയും വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്ലസ്സിയുടെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അമ്മു ആദർശിനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചേൽസിയും പ്രമോദേട്ടനും വാവയും വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു. അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേതാ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അമ്മു തക്കുടി ചേട്ടനും. അങ്ങനെ അവരുടെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ലേ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഒന്നും കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയതായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ വിശാലേട്ടനും സെബി ചേച്ചിയും കണ്ടേ. പുറത്തോട്ട് പോയി തന്നെ വീട്ടിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു. ചെന്നപ്പോഴത്തേക്ക് അമ്മൂസ് തക്കുടിച്ചേട്ടൻ പറഞ്ഞ് കുറച്ച് അങ്ങോട്ടാക്കി തരാമെന്ന്. പിന്നെ പെട്ടെന്ന് പ്ലാന് മാറ്റി എല്ലാവരും കൂടെ ബുഹാരിയിൽ ജ്യൂസ് കുടിക്കാൻ പോകാമെന്നേ. പിന്നെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ഷാർജയാണ് പറഞ്ഞത്. എനിക്ക് എവിടെ എന്തൊക്കെ കുടിക്കാൻ പോയാലും ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നതാണ് ഇഷ്ടം. കാരണം അതാകുമ്പോൾ പാലിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ. ഭയങ്കര മധുരമായിരുന്നു. ഞാൻ ഫുള്ളും കുടിച്ചിട്ടില്ലായിരുന്നു. പകുതി ഞാൻ അമ്മൂസിന് കൊടുത്തായിരുന്നു, അവൾക്കും വേണ്ടായിരുന്നു. കാരണം ഓവർ മധുരമായിപ്പോയി. അയ്യോ, അവസാനം തക്കുടിച്ചേട്ടൻ വാങ്ങിച്ച ഈ ഒരു മുന്തിരി സോഡ, അതിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു എരിവ് കഴിച്ചപ്പോഴായിരുന്നു എനിക്കൊരു സമാധാനമായത്. പിന്നെ ഇന്ന് ആര് പേ ചെയ്യുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തർ കളിയാക്കി. അവിടെ നിന്ന് പിന്നെ എല്ലാവരും ഇറങ്ങി. അമ്മൂസ് ആദർശനെ നേരത്തെ പോയായിരുന്നേ, കാരണം വാവ കരയുന്നുണ്ട്, അവർക്ക് വീട്ടിലെത്തണം. അങ്ങനെ എല്ലാവരും പോയി. ഞങ്ങളെ ബേക്കറി ജംഗ്ഷനിലോട്ട് ആക്കി തരാമെന്നും പറഞ്ഞ് ചേട്ടൻ കടയിൽ കൊണ്ടുപോയി ചോക്ലേറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടായിരുന്നേ എന്നെ വീട്ടിലോട്ട് വിട്ടത്. ഞങ്ങൾ മഴയ്ക്ക് മുമ്പ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാറിൽ കയറിയതും മഴ പെയ്യാനായിട്ട് തുടങ്ങി. മമ്മീനെ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു കുടയും കൊണ്ട് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ വിത്ത് അനദർ വീഡിയോ. ടാറ്റാ.